തിരിച്ചെത്തിക്കഴിഞ്ഞു. ശക്തിവനത്തിന്റെ ആദ്യം കുറിക്കാൻ വന്നതാണ്. ഈ വരുന്ന വർഷങ്ങളെ മണ്ണിൽ പിടിച്ചു നിൽക്കാണ് ബറൂക്ക. അത്ര പെട്ടെന്നൊന്നും പിടിപ്പിടില്ല. വേണ്ട വേണ്ട, വൻതാജിന്റെ ഒരു ഭാഗം എന്റെ കയ്യിൽ കിട്ടേണ്ടതായിരുന്നു. ഈ ഒരു ഭാഗം നിനക്ക് ഒരിക്കലും കിട്ടില്ല. ബറൂക്കയ്ക്ക് ആ ഭാഗവും കിട്ടും. പിന്നെ എന്റെ വീട്ടിൽ രക്ഷപ്പെടുകയും ചെയ്യും. മര്യാദയ്ക്ക് ആ കുട്ടികളെ വിടണോ? മര്യാദ തന്നെ വിടാൻ. അതേതായാലും നന്നായി മരാക്കാം. നിനക്ക് നിന്റെ വംശത്തെ രക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വൻതാജിന്റെ ആ ഭാഗം എനിക്ക് തന്നേക്ക്. എന്റെ വൻതാജിന്റെ ആ ഒരു ഭാഗം അവരെ കൊണ്ടാ പോയത്. കുട്ടികളെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവർക്ക് എങ്ങോട്ടായിരിക്കും പോയത്? ഇവിടെ അവരുടെ ജോലി കഴിഞ്ഞു. അതുകൊണ്ട് മറ്റു വംശങ്ങളെ തേടി പോയിരിക്കുകയാണ്. നമ്മൾ അവരെ പിന്തുടർന്നു ചെന്ന് മറ്റുള്ള വംശങ്ങളുടെ അടുത്തേക്ക് അവരെ ചെല്ലാതെ അവരെ തടയണം. ഇല്ല, എനിക്ക് ഈ കുട്ടികളുടെ സുരക്ഷയാണ് പ്രധാനം. ജാബ, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സൈന്യമില്ലാതെ ഇവരെ സുരക്ഷിതമായി വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും ഗുരുവംശത്തിലേക്ക് പോയേ പറ്റൂ. കാമിയുടെ അടുത്ത് ഇവരെ സുരക്ഷിതമാക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണും. ബറൂക്ക വരുന്നതിനെ കുറിച്ച് നമ്മൾ അവരോട് പറയണം. ശരി ലിറ്റിൽ സിംഗം. ഞാൻ സാമ്പിയെ തേടി കണ്ടെത്തി കൊണ്ടുവരാം. നിങ്ങൾ എല്ലാവരും കാടിന്റെ പുറത്ത് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കൂ. എന്താ കെട്ടിവെച്ചിരിക്കുന്ന കയറടിച്ച് നീ രക്ഷപ്പെട്ടാലും ഞങ്ങളുടെ പിടിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അതിന് ഞാൻ തന്നെ നിന്നെ വിട്ടയക്കണം. നീ വിചാരിച്ചിരുന്നെങ്കിൽ ആ കരടികൾ വാതിൽ തുറക്കാതെ നിനക്ക് തടഞ്ഞു നിർത്താമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആരും അതിനകത്ത് കടക്കില്ലായിരുന്നു. ആ വാതിൽ വഴി കടന്നു വരാതെ ഞങ്ങൾക്ക് അതുവഴി സാമ്പയുടെ അടുത്തേക്ക് ഒരിക്കലും വന്നു ചേരാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് നീ അങ്ങനെയൊന്നും ചെയ്തില്ല. എനിക്ക് നിന്റെ ഉള്ളിൽ നിന്നും അത്യാഗ്രഹത്തിന്റെ മണം കിട്ടുന്നുണ്ട്. എന്റെ വംശത്തിലുള്ള എല്ലാവരും എന്നെ അപമാനിച്ചിട്ടേ ഉള്ളൂ. എപ്പോഴും ജാമ്പയോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ എപ്പോഴും ജാമ്പയെക്കാളും വളരെ ശക്തിമാനും ബുദ്ധിമാനുമാണെന്ന്. വൻതാജിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ ഞാൻ തന്നെയാണ് എന്റെ വംശത്തെ രക്ഷിച്ചത്. എന്നാലും ജാമ്പയെ തന്നെയാണ് എല്ലാവരും രാജാവായി തിരഞ്ഞെടുത്തത്. എന്നിട്ട് അവരെന്നെ വെറും ഒരു സൈനികനായി മാത്രം മാറ്റി നിർത്തി. ഇത്രയും വലിയ വിശ്വാസവഞ്ചനയോ? അതും നിന്റെ ആളുകൾ തന്നെ ചെയ്തെന്നോ? കേൾക്കുമ്പോൾ തന്നെ വളരെ വിഷമം തോന്നുന്നു. എന്റെ കാര്യത്തിലും എല്ലാ വംശക്കാരും ചേർന്ന് ഇത് തന്നെയാണ് ചെയ്തത്. പക്ഷെ നീ വിഷമിക്കണ്ട, നിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഈ ശക്തിവനത്തിന്റെ രാജാവായതിനു ശേഷം നിന്നെ ഞാൻ ദയാവംശത്തിന്റെ രാജാവാക്കി മാറ്റും. ഇനിയിപ്പോൾ 2 ഭാഗങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നല്ലവണ്ണം ആലോചിക്കുക. വിഷമിക്കേണ്ട സഭ, സമാധാനായിട്ടിരിക്കും. ഈ സാമ്പ എങ്ങോട്ടാ പോയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇത്രയും നേരം എവിടെയായിരുന്നു സഭ? അവരെന്നെ തടവിലാക്കി അവരോടൊപ്പം കൂട്ടിക്കൊണ്ടുപോയതാണ്. ഒരുവിധം അവരുടെ കണ്ണു വെട്ടിച്ച് ഞാൻ രക്ഷപ്പെടുകയായിരുന്നു. സഭ, നിനക്ക് ഒരു കുഴപ്പമില്ലല്ലോ. നമുക്ക് ഗുരുവംശത്തിലേക്ക് പോവാം.
ഗർജിക്കാനേ ഉള്ളൂ. തന്റെ പഞ്ചം കൊണ്ട് ഭയത്തെ ഓടിപ്പിക്കും. ശരി വരൂ, നമുക്ക് ഗർജിക്കാം. ഭയത്തെ ഇവിടെ